ഒറ്റവാക്കിൽ മനുഷ്യസ്നേഹി എന്ന് വിളിക്കാൻ പറ്റുന്ന അപൂർവ മനുഷ്യരിൽ ഒരാൾ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തിരിക്കെ ജീവിതത്തിൽ നിന്നും വിടവാങ്ങിയ പോപ്പ് ഫ്രാൻസിസിനെ അങ്ങനെയാവും കാലവും ചരിത്രവും അടയാളപ്പെടുത്തുക. കത്തോലിക്ക സഭയിൽ അടിമുടി മാറ്റത്തിന്റെ കാഹളം മുഴക്കിയ വലിയ ഇടയൻ. പൊതുസമൂഹത്തിന് പകർന്നു നൽകിയതും നന്മയുടെയും മനുഷ്യത്വത്തിന്റെയും സ്നേഹമായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ. ലളിത ജീവിതം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ലോകത്തിന് മാതൃകയായി. ആദ്യം തന്നെ വത്തിക്കാൻ കൊട്ടാരം ഉപേക്ഷിച്ച് അദ്ദേഹം അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ മാറ്റത്തിന്റെ കാറ്റ് അലയടിച്ചുയർന്നു. ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിക്കുക മാത്രമല്ല, ജീവിതം കൊണ്ട് അതൊരു സന്ദേശവുമാക്കി. സമൂഹത്തിലെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമായിരുന്നു എന്നും പോപ്പ് ഫ്രാൻസിസ്. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തിയ അദ്ദേഹം കാൽക്കഴുകൽ ശുശ്രൂഷയിൽ അഭയാർത്ഥികളെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തി നടത്തിയത് സഭയെപ്പോലും ഞെട്ടിക്കുന്ന പരിഷ്കാരമായിരുന്നു. സ്വവർഗാനുരാഗികളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ അദ്ദേഹം സമൂഹത്തിന് പകർന്നേകിയത് വലിയ സന്ദേശമായിരുന്നു. സ്വവർഗാനുരാഗികളെ ദൈവത്തിന്റെ മക്കളെന്ന് മാർപ്പാപ്പ വിശേഷിപ്പിച്ചപ്പോൾ മനുഷ്യസ്നേഹത്തിന്റെ വെളിച്ചം കൂടിയായിരുന്നു വത്തിക്കാനിൽ പ്രകാശിച്ചത്. അദ്ദേഹം ഈസ്റ്റർ ദിനത്തിൽ നടത്തിയ സന്ദേശവും മറ്റൊന്നായിരുന്നില്ല. ഗാസിയുടെ കണ്ണീരൊപ്പാൻ ലോകത്തിന് സാധിക്കണമെന്ന് ആഹ്വാനം ചെയ്ത മാർപ്പാപ്പ യുദ്ധമല്ല സമാധാനമാണ് മനുഷ്യന് വേണ്ടതെന്നും ഓർമ്മിപ്പിച്ച ശേഷമാണ് ജീവിതത്തിൽ നിന്ന് മടങ്ങിയത്. അങ്ങനെ സഭയ്ക്ക് അകത്തും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു പാപ്പ. 88-ാം വയസ്സിൽ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയ അദ്ദേഹം 12 വർഷമാണ് കത്തോലിക്ക സഭയുടെ തലവനായിരുന്നത്. 2013 പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ റോമൻ കത്തോലിക്ക സഭയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമായി. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ്, തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ്, ജെസ്യൂട്ട് ക്രമത്തിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നിങ്ങനെ നിരവധി ചരിത്രമെഴുതിയായിരുന്നു കടന്നുവരവ്. കാലാവസ്ഥാ പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിസ്ഥിതിക്ക് വേണ്ടിയാണ് ആദ്യം പാപ്പ ശബ്ദമുയർത്തിയത്. പിന്നീട് കത്തോലിക്ക സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു. പുരോഹിതരുടെ ലൈംഗിക പീഡനത്തെ അതിജീവിച്ചവരോട് ഫ്രാൻസിസ് പാപ്പ നടത്തിയ ചരിത്രപരമായ ക്ഷമാപണം മനുഷ്യനുള്ള കാലം വരെ ഓർമ്മിക്കപ്പെടും. ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോളതാപനം വരെയുള്ള കാര്യങ്ങളിലെ പാപ്പയുടെ നിലപാടുകൾക്കായി ലോകം കാതോർത്തിരുന്നിട്ടുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ പല ഇടപെടലുകളും പാപ്പ നടത്തിയിരുന്നു. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവ് വരുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് മറ്റാരുമായിരുന്നില്ല. അഭയാർത്ഥികളോട് മുഖം തിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു. സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയെടുത്തു. വധശിക്ഷ ഒഴിവാക്കണമെന്ന ആഹ്വാനത്തിലും മുഴങ്ങിക്കേട്ടത് മനുഷ്യസ്നേഹം തന്നെയായിരുന്നു. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ ജനിച്ച മാർപ്പാപ്പയുടെ പേര് ജോർജ് മാരിയോ ബെർഗോളിയോ എന്നായിരുന്നു. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ബെർഗോളിയോ 1969 ഡിസംബർ 13 ജെസ്യൂട്ട് വൈദികനായത്. പിന്നീട് 1973 മുതൽ 1979 വരെ അർജന്റീനയിൽ സഭയുടെ പ്രൊവിൻഷ്യാളായിരുന്നു. 1980 സാൻ മിഗ്വൽ സെമിനാരി റെക്ടറായി. 1992 ബ്യൂണസ് ഐറസിന്റെ സഹായമെത്രാനായി. 1998 ബ്യൂണസ് ഐറസിൽ ആർച്ച് ബിഷപ്പായി. ബിഷപ്പായിരിക്കെ ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിലായിരുന്നു താമസം. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു. ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു അന്ന് യാത്ര. 2001 കർദിനാളായത്. വത്തിക്കാൻ ഭരണകൂടമായ റോമൻ കുരിയായുടെ വിവിധ ഭരണ പദവികളിൽ സേവനമനുഷ്ഠിച്ചു. 2005 അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി. 3 വർഷത്തിനു ശേഷം ഇതേ പദവിയിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിനുള്ള അംഗീകാരമായിരുന്നു അത്. 2013 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീടുള്ള ആ ജീവിതം മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു. മനുഷ്യനെ സ്നേഹിച്ച ആ വലിയ ഇടയന്റെ വേർപാട് ക്രിസ്തീയ സഭയ്ക്കെന്നല്ല, മാനവരാശിക്ക് തന്നെ തീരാനഷ്ടമാണ്.